വർഷഫലത്തിൽ ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ബിസിനസ്സിൽ നേട്ടമുണ്ടാകുക, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുവാൻ സാധ്യത, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ബ്രാഞ്ച് തുടങ്ങുവാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ കുറച്ചും കൂടി വിപുലീകരിക്കുവാൻ സാധിക്കും, അതിൽ ധനലാഭം ഉണ്ടാകുവാൻ സാധിക്കും. അതായത് ബിസിനസ്സിൻ്റെ ഐഡിയ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികൾക്ക് അതിനൊരു തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ജോലിയില്ലാതെ നടന്ന പല വ്യക്തികൾക്കും ജോലികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് മേഖലയിലെല്ലാം ജോലി ശ്രമിക്കുന്ന വ്യക്തികൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇരട്ടിയോളം വരുമാനവുമായി മറ്റൊരു കമ്പനിയിലോട്ട് ജോലി ചെയ്യുവാനും, അല്ലെങ്കിൽ ഒരു ജോലിയും ഇല്ലാതിരുന്ന വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിൽ ജോലിക്ക് കയറുവാൻ എല്ലാം സാധിക്കുന്ന മനോഹരമായൊരു വർഷം തന്നെയാണ്. നിങ്ങളുടെ ബന്ധുക്കളുടെ സഹായം കൊണ്ട് നിങ്ങൾക്ക് പലതരം നേട്ടങ്ങളും ഈ ഒരു വർഷം നിങ്ങൾക്ക് വന്നു ചേരുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ഒരു മാറ്റം കാണുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികളായാലും ശരി, അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുക. കൂടാതെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളവർ അവർ തമ്മിൽ നല്ല രീതിയിൽ സന്തോഷത്തോടെ സംസാരത്തിലൂടെ കൂടി മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ധന ഇടപാടുകൾ നല്ല ജാഗ്രത വേണം. പറ്റിക്കപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ഈ ഒരു വർഷത്തിൽ. ആർക്ക് സാമ്പത്തികം കൊടുത്താലും നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. കൂടാതെ ഈ ഒരാളിന് വേണ്ടി ഈ ജാമ്യം നിൽക്കുക, മധ്യസ്ഥ പറയുക, പിന്നെ ഈ വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അവിടെ കയറി സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം നിർത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പ്രവൃത്തി മൂലം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം. ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും. ആലോചിക്കാതെ ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കരുത്. നല്ല രീതിയിൽ ആലോചിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇറങ്ങിത്തിരിക്കുക. അനാവശ്യമായിട്ട് നിങ്ങളുടെ അല്ലാത്ത മറ്റ് കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. അതുതന്നെയാണ് വളരെ സൂക്ഷിച്ച് വേണം മറ്റുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയെല്ലാം കാണുന്ന നല്ലൊരു വർഷം തന്നെയാണ്. പുതിയ സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുതലായിരിക്കും. അതിനുവേണ്ടി ധനം ചിലവാക്കുന്നു, ദൂര യാത്രകൾ പോകുന്നു, തീർത്ഥയാത്രകൾ പോലുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തുന്നു, അതിനുവേണ്ടി ധനം ചിലവാക്കുന്നു. അതിലൂടെ നമുക്ക് മാനസികമായിട്ടുള്ള സന്തോഷം ലഭിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. കൂടാതെ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഈ ഒരു കാലഘട്ടത്തുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുക. സാമ്പത്തിക നേട്ടം, ജോലിയിലെല്ലാം ഉന്നതി ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലും നമുക്കൊരു കാര്യം പറയുന്ന സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വർഷമായിരിക്കും. അപകടത്തിൽ നിന്നെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടും. അതുകൊണ്ട് ആത്മാർത്ഥമായ രീതിയിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഈ ഒരു വർഷക്കാലഘട്ടം അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന് നീരാഞ്ജനം നടത്തുക, നെയ്വിളക്ക് നടത്തുക, നെയ്യഭിഷേകം നടത്തുക, പായസ വഴിപാട്, കടും പായസം, അരവണ പായസം, എള്ള് പായസം, ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം നടത്തി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും.